ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് കുറച്ചല്ല, ഒരു 4 PYQ ഞാൻ എടുത്തിട്ടുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കിയാലോ നമുക്ക്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് എന്താണ് ചെയ്യാൻ കുറേ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് ഏതായാലും എന്താണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നതല്ലേ, ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് പോരട്ടെ. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭ അല്ലെ. അപ്പോൾ അതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതെന്താണ്? അത് എന്താന്ന് ചോദിച്ചാല് ശരിയാണ് അല്ലെ. ജോസഫ് മുണ്ടശ്ശേരി അല്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു എന്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ളതാണ്. അടുത്തത് PK ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. PK ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? അദ്ദേഹം എന്തായിരുന്നു? PK ചാത്തൻ മാസ്റ്റർ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണം അല്ലെ. എന്താണ്? തദ്ദേശ സ്വയംഭരണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി, അത് ശരിയാണ്. PK ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രി എന്നുള്ളത് തെറ്റാണ്. കാരണം തദ്ദേശ സ്വയംഭരണമായിരുന്നു. KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയാവോ? അതെന്താണ്? അത് ശരിയാണ് അല്ലെ. KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്നു. KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പാണോ? അല്ല. കാരണം എന്താ? നമ്മൾ PK ചാത്തൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ KP ഗോപാലൻ എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മള്? അദ്ദേഹമായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. വ്യവസായം വരുന്നത് KP ഗോപാലനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട്, അതായത് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാം, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കാട്ടോ. EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി, അത് നമുക്കറിയാം. അച്യുതമേനോൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് എന്ന് പറയുന്നത് ധനകാര്യമായിരുന്നു. TV തോമസ് ആണെങ്കിൽ എന്താണ്? തൊഴില് അതുപോലെ ഗതാഗതം. തൊഴിലും ഗതാഗതവും TV തോമസ് ആണ്. KC ജോർജ് ആയിരുന്നു വനം അതുപോലെ ഭക്ഷ്യവകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ആര്? KC ജോർജ്. ഇനി KP ഗോപാലൻ നമ്മൾ പറഞ്ഞു വ്യവസായം അല്ലെ. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം അതുപോലെ സഹകരണം, KR ഗൗരിയമ്മ റവന്യൂ അതുപോലെ എക്സൈസ് കേട്ടോ. VR കൃഷ്ണയ്യരായിരുന്നു വൈദ്യുതി മന്ത്രി അതുപോലെ നിയമമന്ത്രി ഒക്കെ പറയുന്നത് VR കൃഷ്ണയ്യർ. ഓക്കെ, നിയമമന്ത്രി അതുപോലെ എന്താണ് വൈദ്യുതി. ഓക്കെ, പിന്നെന്താണ്? അപ്പൊ ആരോഗ്യ ആരായിരുന്നു? AR മേനോൻ. AR മേനോനാണ് ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്നത്. AR മേനോൻ. ഓക്കെ, പിന്നെ PT ചാക്കോ ആരായിരുന്നു? PT ചാക്കോ പ്രതിപക്ഷ നേതാവ്. ഓക്കെ, പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? PT ചാക്കോ ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അച്യുതമേനോൻ ഏതായിരുന്നു? ധനകാര്യം. തൊഴിലും ഗതാഗതവും ആരായിരുന്നു? TV തോമസ്, തൊഴിലും അതുപോലെ ഗതാഗതവും. വനം ഭക്ഷ്യവകുപ്പ് എന്താണ്? KC ജോർജ്. ഓക്കെ, ഇനി എന്താണ്? KP ഗോപാലൻ വ്യവസായം. TM മജീദ് ആയിരുന്നു പൊതുമരാമത്ത് കേട്ടോ. TM മജീദ് ആയിരുന്നു പൊതുമരാമത്ത്. ഓക്കെ, PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം, KR ഗൗരിയമ്മ റവന്യൂ എക്സൈസ്, VR കൃഷ്ണയ്യർ നിയമം വൈദ്യുതി, AR മേനോൻ ആരോഗ്യം, PT ചാക്കോ പ്രതിപക്ഷ നേതാവ്. കിട്ടിയല്ലോ. ഇനി കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1950. ഒരു മിനിറ്റ്.
ആ, കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 എന്നാണ്. 1957 ഏപ്രിൽ 1-നാണ് എന്ത് ചെയ്തത്? കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ചോദിച്ചാല്, ഒന്നാം നിയമസഭ ഏപ്രിൽ 1, ഒന്നാം മന്ത്രിസഭ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. കിട്ടിയോ? ഇനി ഒന്നാം കേരള നിയമസഭ ആദ്യ സമ്മേളനം നടന്നത് എന്നാന്ന് ചോദിച്ചാല്, ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഏപ്രിൽ 27-നാണ്. ഏപ്രിൽ 27, 1957 ഏപ്രിൽ 27-ന്. ഓക്കെ, അപ്പൊ ഏപ്രിൽ 1-ന് എന്താണ്? ഒന്നാം നിയമസഭ നിലവിൽ വന്നു. ഏപ്രിൽ 5 ആയപ്പോ എന്താണ്? മന്ത്രിസഭ നിലവിൽ വന്നു. ഒന്നാം കേരള നിയമസഭ ആദ്യ സമ്മേളനം നടന്നത് ഏപ്രിൽ 27. ഇനി ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 11 മന്ത്രിമാര്, ല്ലേ? ഓക്കെ, ഇനി ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6-ആണ്. ടോട്ടൽ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 11-ആണ്. വനിതാ മന്ത്രിമാരെടുത്താൽ 6-ആണ്. ഓക്കെ, ഇനി ചോദിക്കുകയാണ്, കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭ അംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി അതാരായിരുന്നു? നിയമം വൈദ്യുതിയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു. ആരാ അത്? VR കൃഷ്ണയ്യർ, അല്ലേ? VR കൃഷ്ണയ്യരാണ് എന്തെന്ന് പറയുന്നത്? കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ആരാ? കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ R ശങ്കര നാരായണ തമ്പി. ആരാണ്? R ശങ്കര നാരായണ തമ്പി ട്ടോ. ശങ്കര നാരായണ തമ്പി. ഓക്കെ, അദ്ദേഹമാണ് എന്ത്? കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി ലളിത കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള ആദ്യത്തെ മന്ത്രി ആരായിരുന്നു? ലളിതയല്ല, സോറി, ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. ആരാണ്? PK ചാത്തൻ മാസ്റ്റർ ആണ് എന്ത്? ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ മന്ത്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഷേർഷാ കൊടുത്തിട്ടുണ്ട്, അക്ബർ, ഷാജഹാൻ, ഔറംഗസേബ്. ആരാണ്? നമ്മുടെ അക്ബർ ആണ്, അല്ലേ? മൻസബ്ദാരി സമ്പ്രദായം. അപ്പൊ നമുക്ക് എന്താണ് മൻസബ്ദാരി സമ്പ്രദായം എന്ന് അറിയണം, അല്ലെ? അപ്പൊ നോക്കാം നമുക്ക്. അതിന് മുന്നേ എന്ത് ചെയ്യാം? നമുക്ക് ഇതങ്ങട് മാറ്റി കളയാം. ഓക്കെ, മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുമ്പോൾ എന്താണ്? സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ അക്ബർ സ്വീകരിച്ച സമ്പ്രദായമായിരുന്നു. സൈനിക ശക്തിയോടൊപ്പം എന്തൊക്കെ? പ്രഭുക്കന്മാർ അതുപോലെ ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉറപ്പാക്കാൻ അക്ബർ സ്വീകരിച്ച സമ്പ്രദായം. മൻസബ്ദാരി സമ്പ്രദായം അക്ബർ കടം കൊണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? മധ്യേഷ്യയിൽ നിന്നാണ്. എവിടെ നിന്ന്? മധ്യേഷ്യയിൽ നിന്നാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. ഇനി എന്താണ്? മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ മാൻസബ് പദവി വഹിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നതായിരുന്നു മാൻസബ്ദാർമാർ. മാൻസബ്ദാർമാർ എന്നറിയപ്പെട്ടിരുന്നവർ എന്താണ്? മാൻസബ് പദവി വഹിച്ചവരായിരുന്നു. ഓക്കെ, ഇനി മാൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിച്ചു. മാൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിച്ചു. മനസ്സിലായോ? മാൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി,
ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിച്ചു. മൻസബ്ദാർ നിലനിർത്തിയിരുന്ന കുതിര പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പദവി നിർണയിച്ചിരുന്നത്. 30-ലധികം പദവികളിലായി 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിലുണ്ടായിരുന്നു. എത്രയിലധികം? 30-ലധികം പദവിയിൽ ആയിട്ട് 10 മുതൽ 10,000 വരെ അല്ലെ, 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ഓരോ മൻസബിനും സത്ത്, സവർ എന്നീ 2 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സത്ത്, സവർ കേട്ടോ. എന്താണ് ഉപവിഭാഗങ്ങൾ? സത്ത് അതുപോലെ സവർ. സത്ത്, സവർ എന്നുള്ള ഉപവിഭാഗങ്ങൾ എന്തിന്? ഓരോ മൻസബിനും ഉണ്ടായിരുന്നു. ഓക്കെ, എന്താ മൻസബ് എന്ന് പറയുന്നത്? മൻസബ് എന്ന പദം മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് അല്ലെ. മൻസബ് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ എന്താണ്? പദവിയാണ്. അപ്പൊ ഓരോ മൻസബിനും സത്ത്, സവർ എന്നീ 2 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തി. എന്താണ് സത്ത്? വ്യക്തിയാണ്. സവർ ഒരാൾ സംരക്ഷിക്കേണ്ട കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് സവർ സൂചിപ്പിക്കുന്നത്. ഒരാൾ സംരക്ഷിക്കേണ്ട കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ അത്രയും കാലം മൻസബ്ദാരിയുമായിട്ട് ജസ്റ്റ് സാധാരണ ചോദിക്കുന്നത് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? അക്ബർ. അത്രേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഡീപ്പായിട്ടൊക്കെ എന്താണ് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുമായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ഷേർഷാ സൂരി അല്ലെ. ഹുമയൂണിനെ പരാജയപ്പെടുത്തി സൂർവംശം സ്ഥാപിച്ച ഭരണാധികാരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്ന ഷേർഷാ അല്ലെ. ഷേർഷാ സൂരി എന്താണ്? ഹുമയൂണിനെ ആരെ പരാജയപ്പെടുത്തിയത്? ഹുമയൂണിനെ പരാജയപ്പെടുത്തി എന്ത് ചെയ്തു? സൂർവംശം സ്ഥാപിച്ചു. ഏത് വംശാണ് സ്ഥാപിച്ചത്? സൂർവംശം സ്ഥാപിച്ചത് ഷേർഷാ സൂരിയായിരുന്നു. സൂർവംശം. ഷേർഷാ സൂരിയുടെ ഭരണകാലഘട്ടം 1540 മുതൽ 1545 വരെയായിരുന്നു ഷേർഷാ സൂരിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഷേർഷാ പുറത്തിറക്കിയ വെള്ളി നാണയം അറിയപ്പെടുന്നതാണ് എന്താണ്? റുപ്പിയ എന്നായിരുന്നു. ഇനി ഷേർഷാ പുറത്തിറക്കിയ ചെമ്പ് നാണയം അറിയപ്പെടുന്നത് ദാം എന്നാണ്. റുപ്പിയ എന്താണ്? എന്ത് നാണയം? വെള്ളി. റുപ്പിയ എന്നുള്ളത് വെള്ളിയും, ചെമ്പാണ് ഏതെന്ന് പറയുന്നത്? ദാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇന്ത്യൻ രൂപയുടെ മുൻഗാമിയാണ് ഏതെന്ന് പറയുന്നത്? റുപ്പിയ എന്ന് പറയുന്നത്. ഇന്ത്യൻ രൂപയുടെ എന്താണ്? മുൻഗാമിയാണ് റുപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഭരണപരിഷ്കാരത്തിന്റെ കാര്യത്തിൽ അക്ബറുടെ മുൻഗാമി. ഭരണപരിഷ്കാരത്തിന്റെ കാര്യത്തിൽ അക്ബറുടെ മുൻഗാമിയായിരുന്നു ഈ പറയുന്ന ഷേർഷാ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദായ ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് അടുത്തത്. ആര്? ഷാജഹാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് ആയിട്ടുള്ള ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് ഏതാണ്? ഡൽഹിയിലെ ജുമാ മസ്ജിദ്. ഇത് നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ. അതുപോലെ താജ്മഹൽ അറിയാലോ. ഈ താജ്മഹലിന്റെ ശില്പിയാണ് ആരെന്ന് പറയുന്നത്? ഉസ്താദ് ഈസ. ആരാണ് താജ്മഹലിന്റെ ശില്പി എന്ന് പറയുന്നത്? ഉസ്താദ് ഈസ. ആരാണ്? ഉസ്താദ് ഈസ. ലാഹോറിൽ ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ച മുൻ ചക്രവർത്തിയാണ് നമ്മൾ പറഞ്ഞ ഷാജഹാൻ എന്ന് പറയുന്നത്. ലാഹോറിലാണ് കേട്ടോ. ഏത് പൂന്തോട്ടം? ഷാലിമാർ പൂന്തോട്ടം. ഇത് പണി കഴിപ്പിച്ച മുൻ ചക്രവർത്തിയാണ് ഷാജഹാൻ. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ അത് ഇവരുടെ കാലത്തൊന്നുമല്ല. ആരുടെ കാലത്താണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത്? ഔറംഗസേബിന്റെ കാലത്താണ് കേട്ടോ. ഔറംഗസേബിന്റെ കാലത്താണ്. ഇനി ഷാജഹാന്റെ ആൺമക്കളിൽ ഒരാളായിരുന്നു ഈ പറയുന്ന ഔറംഗസേബ്. അതുപോലെ ആരൊക്കെയുണ്ട്? ദാര, ഷുജ, മുരാദ്. ഇതൊക്കെ ആൺമക്കളായിരുന്നു. ദാര, ഷുജ, അതുപോലെ ഔറംഗസേബ്. ഓക്കെ, ഇവരായിരുന്നു ഷാജഹാന്റെ ആൺമക്കൾ. 4 ആൺമക്കൾ: ദാര, ഷുജ, ഔറംഗസേബ്, മുരാദ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിന്റെ കാലത്ത്. ഇനി മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ഔറംഗസേബ്. ബുദ്ധിമാനായ വിഡ്ഢി. ഓക്കെ, എന്താ അറിയപ്പെട്ടത്? ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെട്ടത് ഔറംഗസേബ് ആയിരുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത് എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ് ഒന്ന് പഠിച്ചാലോ? ഓക്കെ, അപ്പൊ അതെന്താണ്, പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഇവിടെ എഴുതണമല്ലോ. ഓക്കെ, പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നോക്കാം നമുക്ക്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹളക്ക് ശേഷം നടപ്പിലാക്കിയ നിയമം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹളക്ക് ശേഷം നടപ്പിലാക്കിയ നിയമം ചോദിച്ചാൽ ഏത് പറയും? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ അതാണ് എന്ത് ചെയ്തത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന് പറയും അല്ലെ, ഇതിനുശേഷം നടപ്പാക്കിയ നിയമം. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. മനസ്സിലായോ? ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ടും ആരുടെ കീഴിലാവുകയാണ്? ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലാവുകയാണ്. ഈ നിയമപ്രകാരം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് എന്തെന്ന് പറയുന്നത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ മനസ്സിലാവുണ്ടാവും വിചാരിക്കും, ഞാൻ എഴുതാതെ എന്തൊക്കെ ആയി പോകുന്നുണ്ട്, പക്ഷെ എന്താണ് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമപ്രകാരം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ്. ഇനി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ എന്തായിരിക്കും? അംഗമായിരിക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ് അല്ലെ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറയുന്നത്. ഇനി ഭരണമാറ്റത്തിന്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് എന്തെന്ന് പറയുന്നത്? ദത്താവകാശ നിരോധന നിയമം. എന്താണ്? ദത്താവകാശ നിരോധന നിയമം എന്താ ചെയ്യുന്നത്? ഭരണമാറ്റത്തിന്റെ ഫലമായിട്ട് ഭരണം ഇവർക്ക് ലഭിച്ചു അല്ലെ, അതിനുശേഷം പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്താവകാശ നിരോധന നിയമം. ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് ഇത്. ആക്ട് ഫോർ ദി ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് ഈ നിയമം. ദത്താവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമം, അതും എന്താണ്? ദത്താവകാശ അല്ല കേട്ടോ, ഇത് പിന്നെ എന്താ പറയാ, 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ട്ടോ, അതാണ് മാറിപ്പോയതാണ് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞുപോയി. ഓക്കെ, അപ്പോ എന്താണ് ഈ ആക്ട് ഫോർ ദി ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് ഏത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ഇനി 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച്, എവിടെ? 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കാനിങ് പ്രഭു. അപ്പൊ എന്നാണ് വിളംബരം വായിച്ചത്? 1858 നവംബർ 1 എന്ത് ചെയ്തു? അലഹബാദിൽ ചേർന്ന ദർബാറിൽ, എവിടെയാണ്? അലഹബാദിലെ എന്താണ് ദർബാറിൽ ചേർന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ചത് ആരാണ്?
കാനിങ് പ്രഭുവാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ അന്ന് എന്താണ് ഗവർണർ ജനറൽ എന്നുള്ള പദവി എന്തായിട്ട് മാറി? അത് വൈസ്രോയി എന്നുള്ളത് ആയിട്ട് മാറി. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. വൈസ്രോയി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഇനി എന്താണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് കിരീടത്തിന് നേരിട്ടുള്ള പ്രതിനിധിയായിരുന്നു വൈസ്രോയി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കിരീടത്തിന് നേരിട്ടുള്ള പ്രതിനിധിയായിരുന്നു എന്തെന്ന് പറയുന്നത്? വൈസ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് രാജകീയ അനുമതി ലഭിച്ചത് എന്നാന്ന് ചോദിച്ചാല് 1858 ഓഗസ്റ്റ് 2-നാണ് കേട്ടോ. ഓഗസ്റ്റ് 2-ന് 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയായിരുന്നു ആര്? ബീഗം ഹസ്രത്ത് മഹൽ അല്ലെ. ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത് എന്താണ്? ബീഗം ഹസ്രത്ത് മഹൽ എന്തായിരുന്നു? എന്താണ്? 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയായിരുന്നു. അതിനാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഇനി എന്താണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773? ഓപ്ഷനിൽ കണ്ടല്ലോ നമ്മള്. കണ്ടോ? എന്താണ് റെഗുലേറ്റിംഗ് ആക്ട്? കണ്ടോ? എന്താണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, കമ്പനിയെ നിയന്ത്രിക്കാനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുമ്പം ഏതാണ് വർഷം എന്നാണ്? 1773 അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചേക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ നിയന്ത്രണ രേഖകൾ ഈ നിയമത്താൽ നിർവചിക്കപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ നിയന്ത്രണ രേഖകൾ ഈ നിയമത്താൽ നിർവചിക്കപ്പെട്ടു. മനസ്സിലായോ? ഇന്ത്യയിൽ കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ടതും ഈ ഒരു നിയമമാണ് കേട്ടോ. റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. എന്താണ്? ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് എന്തായി? ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. എന്തായി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. ഓക്കെ, അത്ര ഓർത്തു വച്ചേക്കുക. ഇനി എന്താണ്? ആ മാറ്റങ്ങളൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ നിയന്ത്രണ രേഖകൾ ഈ നിയമത്താൽ നിർവചിക്കപ്പെട്ടു. അതുപോലെ ഇന്ത്യയിൽ കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ടു. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. ഇനി ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് വാരൻ ഹേസ്റ്റിങ്സ് നിയമിതനായി. ആദ്യത്തെ എന്താണ്? ഗവർണർ ജനറൽ ആരായിരുന്നു? വാരൻ ഹേസ്റ്റിങ്സ് കേട്ടോ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആദ്യത്തെ എന്താണ്? വാരൻ ഹേസ്റ്റിങ്സ് കേട്ടോ. ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമം ചോദിച്ചാലും ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ആണ് എന്തെന്ന് പറയുന്നത്? റെഗുലേറ്റിംഗ് ആക്ട് അല്ലേ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ചോദിച്ചാലും ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട്. ഇനി ഒരു നിയമം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1784 ഏതെന്ന് പറയുന്നത്? പിറ്റ്സ് ഇന്ത്യ നിയമം അല്ലെ. എന്താണ് പിറ്റ്സ് ഇന്ത്യ നിയമം എന്ന് പറയുന്നത്? അതെന്താ ഈ പിറ്റ്സ് ഇന്ത്യ നിയമം? നോക്കാം നമുക്ക്. എന്താണ് ഇതിന്റെ മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്ന് പറയുന്നത്. 1773 റെഗുലേറ്റിംഗ് നിയമത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം.
ഓക്കെ. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കമ്പനിയെ നിയന്ത്രിക്കാനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി. പക്ഷേ 1773 ഈ റെഗുലേറ്റിംഗ് നിയമത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമം, ഈ വർഷമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് കേട്ടോ. അപ്പം 1784 പിറ്റ്സ് ഇന്ത്യ നിയമം എന്ന് പറയുന്നത്. ഓക്കെ. ഈ പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വില്യം പിറ്റ് എന്ന് പറയുന്നത്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ അപ്പോൾ ആരായിരിക്കും ആ സമയത്ത്? അത് നമ്മുടെ വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച നിയമം. ഇനി കമ്പനിയുടെ ഭരണകർത്താക്കളായ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന മറ്റൊരു ബോഡി കൂടി രൂപീകരിക്കണമെന്ന് ഈ നിയമം നിഷ്കർഷിച്ചു. എന്താ ചെയ്തത്? കമ്പനിയുടെ ഭരണകർത്താക്കളായ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള അധികാരം, കമ്പനിയുടെ ഭരണകർത്താക്കൾ ആരായിരുന്നു? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവര് വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന മറ്റൊരു ബോഡി കൂടി. ഓക്കെ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൂടാതെ എന്താണ് അവരുടെ അധികാരം എന്താണ്? വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് മേൽ അവരുടെ അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്പനിയുടെ രാഷ്ട്രീയ കാര്യം കൈകാര്യം ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന മറ്റൊരു ബോഡി കൂടി രൂപീകരിക്കണമെന്ന് ഈ നിയമം നിഷ്കർഷിച്ചു. ഏത് നിയമം? 1784 പിറ്റ്സ് ഇന്ത്യ നിയമം. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം നമുക്ക്. എന്താണ് താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തറിയാം നോക്കാം. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, അത് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് നോക്കാം. ഓക്കെ. ബംഗാൾ വിഭജനം നോക്കാം നമുക്ക്. ബംഗാൾ വിഭജനം കേട്ടോ. ഓക്കെ. ബംഗാൾ വിഭജനം എന്ന് പറയുമ്പോൾ 1905 അല്ലെ, 1905 ഏത് ഇതാണെന്നറിയോ? ഏത് മാസം? ഒക്ടോബർ 16 ആ ഡേറ്റ് കൂടെ ഓർത്തു വെച്ചേക്കുക. ഒക്ടോബർ 16 എന്തെന്ന് പറയുന്നത്? ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. 1905 ഒക്ടോബർ 16 എന്ത് ചെയ്തു? ബംഗാൾ വിഭജനം നിലവിൽ വന്നു. ദേശീയ വിലാപ ദിനമായി ആചരിച്ചത് എന്നാണ് ചോദിച്ചാൽ ഈ പറയുന്ന ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി എന്ന് പറയുന്നത് മിന്റോ സെക്കൻഡ് ആണ്. ഓക്കെ. മിന്റോ സെക്കൻഡ് ആണ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി എന്ന് പറയുന്നത്. ഇനി ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോർഡ് ബ്രോഡ്രിക് ആയിരുന്നു. അതൊന്നും അത്ര ഇതില്ല. ഓക്കെ. ഇനി ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ്, ആ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അന്നത്തെ INC പ്രസിഡന്റ് എന്ന് പറയുന്നത്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. 1911. ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INC പ്രസിഡന്റ്, ആ സമയത്ത് അന്ന് ആരായിരുന്നു INC പ്രസിഡന്റ് എന്ന് പറയുന്നത്? BR ദർ കേട്ടോ, SK ദർ അല്ല, BR ദർ ആയിരുന്നു. എന്തെന്ന് പറയുന്നത്? 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INC പ്രസിഡന്റ്. എന്ന് ബംഗാൾ വിഭജന സമയത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു INC പ്രസിഡന്റ്. ഇനി 1911 റദ്ദാക്കിയ സമയത്ത് ആരായിരുന്നു? BR ദർ ആയിരുന്നു. ഒക്ടോബർ 16 രക്ഷാബന്ധൻ
രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ടാഗോറാണ്. രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഇനി റൗലറ്റ് നിയമം അല്ലെ, നമ്മൾ ഈ ഓരോ ഡേറ്റും പഠിച്ചോ വർഷം പഠിച്ചോ, ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ആക്കണമല്ലോ. ഓക്കെ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. റൗലറ്റ് നിയമം എന്നാണ് 1919 എന്തെന്ന് പറയുന്നത്? റൗലറ്റ് ആക്ട് അല്ലെ. എന്താണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് എന്നാണ്? 1919. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനായിരുന്നു ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയുന്നത്. ബംഗാള്, പഞ്ചാബ് ഇവിടുത്തെ രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. എന്താണ്? ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ടിന്റെ ഔദ്യോഗിക നാമം എന്താണെന്നറിയോ? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് ആണ്. എന്താണ്? റൗലറ്റ് ആക്ടിന്റെ ഔദ്യോഗിക നിയമം അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചാല് 1919 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്തത്? റൗലറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ്? റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് മാർച്ച് 10 കേട്ടോ. ഫെബ്രുവരിയിൽ ആക്ട് പാസ്സാക്കി, പിന്നെ നിലവിൽ വന്നത് എന്നാണ്? മാർച്ച് 10. മാർച്ച് 10 എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. നിയമം നടക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് ആണ്. നിയമം നടക്കുമ്പോൾ വൈസ്രോയി എന്ന് പറയുന്നത് ചെംസ്ഫോർഡ് ആണ്. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആണ് റീഡിങ്. റൗലറ്റ് ആക്ട് നിയമം നടക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡും, ഇനി റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി അത് റീഡിങ്ങുമാണ്. ചെംസ്ഫോർഡ് റീഡിങ്, മാറിപ്പോകരുത്. റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ. എന്ത് വിശേഷിപ്പിച്ചത്? റൗലറ്റ് നിയമത്തെ എന്ത് വിശേഷിപ്പിച്ചു? കരി നിയമം എന്ന് വിശേഷിപ്പിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. ഇതിനെയാണ് വിശേഷിപ്പിച്ചത്? റൗലറ്റ് ആക്ടിനെ അല്ലെ. എന്താണ്? റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു. അതാരായിരുന്നു? C. ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു ഇതിനെ പിന്തുണച്ച ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമമാണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത്? റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഗാന്ധിജി എന്താ വിശേഷിപ്പിച്ചത്? ഇതിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ്. ഓക്കെ, പിന്നെന്താണ്? ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് ബോംബെയിലാണ്. ബോംബെയിലാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത്. റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്നു ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1919 ഏപ്രിൽ 6 ഓക്കെ, ഏപ്രിൽ 6 ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹം സ്ഥാപിച്ചത് ബോംബെയിലാണ്. ഇനി അത്രയും കാര്യം ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് അതിൽ വന്നിട്ടുള്ളത് നെഹ്റു റിപ്പോർട്ട് ആയിരുന്നു അല്ലെ. നെഹ്റു റിപ്പോർട്ട് എന്നാണ്? 1928. ഓക്കെ, നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത് 1928 എന്തെന്ന് പറയുന്നത്? നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 28 ഏത് മാസമാണെന്നറിയോ? ഓഗസ്റ്റ് 10 എന്നാണ്. ഓഗസ്റ്റ് 10 കേട്ടോ. ഓഗസ്റ്റ് 10. ഇനി എന്താണ്? ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട്. എന്താ മനസ്സിലായോ? ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാ? അത് മോത്തിലാൽ നെഹ്റു ആണ് അല്ലെ. ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. ഇനി നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വ്യക്തി എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്.
കിട്ടിയോ? ഇനിയുള്ളത് നമുക്ക് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് അല്ലെ. അപ്പൊ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നാണ്? 1931 അതായത് ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1931 മാർച്ച് എന്നാണ്? മാർച്ച് 5-നാണ്. മാർച്ച് 5-നാണ് എന്ത് ചെയ്തത്? ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1931 മാർച്ച് 5-ന്. ഗാന്ധി ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഡൽഹി ഉടമ്പടി ട്ടോ. ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്നത് ഏതാ? ഗാന്ധി ഇർവിൻ ഉടമ്പടി ആണ് ട്ടോ ഡൽഹി ഉടമ്പടി എന്ന് പറയുന്നത്. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധിതമായ സാഹചര്യം എന്താന്ന് ചോദിച്ചാല് കോൺഗ്രസിന്റെ സഹകരണം ഇല്ലാതെ യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ്. ഓക്കെ, മനസ്സിലായോ? ആ ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അരങ്ങേറിയ കുറച്ച് സംഭവങ്ങളും വർഷങ്ങളും ഉണ്ട്. അപ്പോ അതെന്ത് ചെയ്യാ നമുക്ക് നോക്കാം. 19 എന്തെന്ന് പറഞ്ഞത്? റൗലറ്റ് ആക്ടിലെ. അതേപോലെ 19 എന്തുണ്ട്? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. 19 തന്നെയാണ് മൊണ്ടേഗു ജെയിംസ് വോർഡ് ഭരണ പരിഷ്കാരങ്ങള്. ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു? 1920 മുതൽ 1920 മുതൽ 22 വരെയായിരുന്നു അല്ലെ. നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചാല് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ റൗലറ്റ് ആക്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് 1919. ബംഗാൾ വിഭജനം 1905. ഗാന്ധി ഇർവിൻ പാക്ട് എന്നാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത്. അത് 1931 നെഹ്റു റിപ്പോർട്ട് 28. അപ്പൊ ഇതില് ഏതായിരിക്കും ശരി ഉത്തരം? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ഓപ്ഷൻ ഡി ആണ് ട്ടോ. 3 1 3 1 പിന്നെ ഏതാ? 4 2. 3 1 4 2 കിട്ടിയല്ലോ. കൃത്യമായിട്ട് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മളെന്താ പറഞ്ഞിരുന്നേ? ഇതില്ലേ എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം 1920 22. ചൗരി ചൗര സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് പറഞ്ഞു പോണത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്താണ് ചൗരി ചൗര സംഭവം? 1922 ചൗരി ചൗര സംഭവം. ഇനി ബർദോളി സത്യാഗ്രഹം 1928. ഓക്കെ, പിന്നെന്താണ്? ഇതല്ല ട്ടോ. ഓക്കെ, പിന്നെന്താണ്? നെഹ്റു റിപ്പോർട്ടും എന്താണ്? 1928. പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. പിന്നെ ഒന്നാം വട്ടമേശ സമ്മേളനം 1930. 1931 രണ്ടാം വട്ടമേശ സമ്മേളനം 1932. എന്താണ്? മൂന്നാം വട്ടമേശ സമ്മേളനം അല്ലെ. ഓക്കെ, ഇനി എന്താണ്? കമ്മ്യൂണൽ അവാർഡ് അത് ഏത് വർഷം എന്നറിയോ? 1932 കേട്ടോ. 32 കമ്മ്യൂണൽ അവാർഡ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പൂനെ ഉടമ്പടി. പൂനെ ഉടമ്പടി എന്നാണ്? 1932. അതുപോലെ എന്താണ്? ഓഗസ്റ്റ് ഓഫർ അതെന്നാണ്? 1940. പൂനെ ഉടമ്പടി എന്നാണ് 1932. ഓഗസ്റ്റ് ഓഫർ 1940. ദെൻ ക്രിപ്സ് മിഷൻ 1942. ക്രിപ്സ് മിഷൻ 1942. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്? 1942. പിന്നെന്താണ്? നിങ്ങള് മാറിപ്പോകരുതേ. ഓക്കെ, അപ്പോ എന്താണ്? വേവൽ പ്ലാൻ 1945. വേവൽ പ്ലാൻ 1945. ഓഗസ്റ്റ് ഓഫർ 40. ക്രിപ്സ് മിഷൻ 42. ക്വിറ്റ് ഇന്ത്യ സമരം 42. വേവൽ പ്ലാൻ 45. 45 തന്നെ മറ്റൊന്നുണ്ട്. ഏത്? സിംല കോൺഫറൻസ്. അറിയോ സിംല കോൺഫറൻസ്? പിന്നെ 46 ക്യാബിനറ്റ് മിഷൻ വന്നത് അല്ലെ, 1946. പിന്നെ ഇന്ത്യൻ നാവിക കലാപം അതും 1946. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.